ഡ്യൂറന്റ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമുകൾക്കും ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഫിനിഷിങ്ങിന്റെ കാര്യത്തിലായിരുന്നു പിന്നിൽ നിന്നത്. പഞ്ചാബ് എഫ് സിയുടെ ടീമിലെ ചില പ്രധാന താരങ്ങളെല്ലാം ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസീവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ അല്പം വീക്കായ പോലെയാണ് തോന്നിയത്. ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറിന്റെ വിടവ് ഇന്നത്തെ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. മാത്രമല്ല ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലൂടെയുള്ള അറ്റാക്കുകളൊക്കെ വളരെ കുറവായിരുന്നു. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ലൂക്ക മരിസൺ പഞ്ചാബിന് വേണ്ടി ഗോൾ നേടിയത്. മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ഐമനെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് അല്പം ശക്തമായി. പഞ്ചാബ് എഫ് സിയുടെ ലൂക്ക മരിസന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൂക്ക മരിസനെ നല്ലപോലെ മാർക്ക് ചെയ്തിരുന്നില്ല. മിലോസിന് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ ഈസി ആയിട്ടാണ് ലൂക്ക മരിസൺ മിലോസിനെ ബീറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നത്. പിന്നീട് മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ പെപ്പറയുടെ മികച്ച അസിസ്റ്റിലൂടെ ഐമൻ ഗോൾ നേടുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ പ്രീതം കോട്ടാലിന്റെ പ്രകടനം അല്പം ഭേദപ്പെട്ട് നിന്നിരുന്നു. പഞ്ചാബ് എഫ് സിയുടെ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം 1-1 എന്ന സ്കോറിലാണ് അവസാനിച്ചത്. നിലവിലിപ്പോൾ 4 പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇനി അടുത്ത മത്സരം വരുന്ന ഓഗസ്റ്റ് 10-ന് CISF-നെതിരെയാണ്. ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് 11-ൽ ഐമൻ ഉണ്ടായിരുന്നെങ്കിൽ വിങ്ങിലൂടെ ഒരുപാട് മികച്ച അറ്റാക്കുകൾ വരുമായിരുന്നു. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക.